ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം. കട്ടളപ്പാളി ദ്വാരപാല കേസുകളിൽ കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നൽകിയതോടെ തന്ത്രിക്ക് പുറത്തിറങ്ങാനാകും. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കാനായില്ലെന്ന കോടതി പരാമർശം SITക്ക് തിരിച്ചടിയാണ്. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. വിനീഷ്, മറ്റ് പ്രതികൾക്ക്, അതായത് ഇതുവരെ ഈ കേസിൽ 4-5 പ്രതികൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ സ്വാഭാവിക ജാമ്യമായിരുന്നു. അതായത് ഈ 2 കേസുകളിലും 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തത്. പക്ഷേ ഈ തന്ത്രിക്ക് ജാമ്യം ലഭിച്ചതും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണോ? ഈ കുറ്റപത്രം വൈകിയത് മൂലമാണോ, അതോ ഈ കേസിൽ തന്ത്രിക്ക് നേരിട്ട് ബന്ധമില്ലെന്ന് തെളിയിക്കാനാകാത്തതാണോ SITക്ക് തിരിച്ചടിയായത്? ടോം, ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി 90 ദിവസത്തിനകം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന രണ്ടാമത്തെ ആളാണ് തന്ത്രി. ആദ്യം നമുക്കറിയാം പുറത്തിറങ്ങിയ ആള് ശ്രീകുമാർ ആയിരുന്നു. മറ്റ് 4 പ്രതികൾക്കും സ്വാഭാവിക ജാമ്യമാണ് ലഭ്യമായത്. അത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ തെളിവുകളുടെ അഭാവത്തിലത് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാട്ടിയാണ് 4 പ്രതികൾക്ക് ജാമ്യം ലഭ്യമായത്. സ്വാഭാവിക ജാമ്യമാണ് ലഭ്യമായത്. ഇപ്പോൾ തെളിവുകളുടെ അഭാവത്തിലായിരുന്നു ശ്രീകുമാറിന് ജാമ്യം ലഭ്യമായത്. അതുപോലെ തന്നെ തന്ത്രിക്ക് ഇപ്പോൾ ജാമ്യം ലഭ്യമായിട്ടുണ്ട്. അത് 2 കേസിലാണ്. ദ്വാരപാലക ശില്പ കേസിലും കട്ടളപ്പാളി കേസിലും 2 കേസിലും തന്ത്രി പ്രതിയാണെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും SIT കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പക്ഷേ കോടതി നിരീക്ഷിക്കുകയും തന്ത്രിക്ക് ജാമ്യം ലഭ്യമാവുകയും ചെയ്തു. ഇപ്പോൾ എന്തായാലും ഈ തന്ത്രിക്ക് പുറത്തിറങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. ശരിക്കും ഇത് SITക്ക് വലിയ ഒരു തിരിച്ചടിയാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ, തന്ത്രിയുടെ വീട്ടിൽ നിന്നും കളക്ട് ചെയ്ത നിർണായക രേഖകൾ, തന്ത്രിയുടെ ഭാര്യയ്ക്കും തന്ത്രിക്കുമായിട്ടുള്ള കണക്കിൽപ്പെടാത്ത സ്വത്തുവകകൾ, അതുപോലെ ബന്ധുക്കളുടെ സ്വത്തുവകകൾ, ഇതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കിയിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ ഈ ജാമ്യത്തിന് തടസ്സം നിന്നില്ല എന്നുള്ളതാണ് ടോം. കോടതി, അതായത് തന്ത്രിയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് ബന്ധം. അല്ലാതെ ഈ SIT കേസ് ചാർജ് ചെയ്ത തലത്തിൽ മറ്റ് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലൊന്നും തന്നെ ബന്ധമില്ല. അതുകൊണ്ട് ഗൂഢാലോചനയോ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിലൊന്നും തന്നെ തന്ത്രിക്ക് യാതൊരു ബന്ധവുമില്ല. ജാമ്യം ലഭ്യമാകണം എന്ന് തന്നെയാണ് അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഇത് കോടതി നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭ്യമായാൽ ഈ കേസിനെ പൂർണ്ണമായും ബാധിക്കും. ഈ കേസിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തന്ത്രിക്കുള്ള ബന്ധം, ഗൂഢാലോചന ബന്ധം, സാമ്പത്തിക ഇടപാടുകൾ, അത്തരത്തിലുള്ള വലിയ രേഖകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയെങ്കിൽ പോലും ഇതൊന്നും തന്നെ കോടതിയിൽ നിന്നില്ല എന്നുള്ളതാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം ഇതിന്റെ വാദങ്ങൾ പൂർത്തിയായിരുന്നു. കോടതി അങ്ങനെയെങ്കിൽ വിനീഷ്, ഈ തന്ത്രിയും പോറ്റിയും തമ്മിൽ ബന്ധമുണ്ടാകാം, പക്ഷേ ഈ സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിക്ക് നേരിട്ട് പങ്കില്ല. അതിന്റെ വിഹിതം, ഈ തട്ടിപ്പിന്റെ വിഹിതമൊന്നും തന്ത്രിക്ക് കിട്ടിയിട്ടില്ല എന്നാണോ കോടതിയുടെ നിരീക്ഷണം? അഭിഭാഷകൻ, അതായത് തന്ത്രിയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടോ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടോ തന്ത്രിക്ക് നേരിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന തരത്തിലാണ് വാദിച്ചത്. ഇതിൽ ഈ ദേവനുമായിട്ടുള്ള ചില അനിഷ്ടയുമായി ബന്ധപ്പെട്ട് അനുജ്ഞയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. അത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ താന്ത്രിക വിധിപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ ചെയ്തിട്ടുള്ളത് എന്നതാണ് കൂടുതലായി വാദിക്കാൻ സാധിച്ചത്. ഇതാണ് കോടതി നിരീക്ഷിച്ചത്. അതുപോലെ തന്നെ മറ്റു പ്രതികളിൽ മേൽ ചുമത്തിയ ചില വകുപ്പുകളും ഉണ്ട്, കുറ്റങ്ങളുണ്ട്. ഈ കുറ്റങ്ങളൊന്നും തന്നെ തന്ത്രിയുടെ മേൽ ചുമത്തരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. ഇതെല്ലാം കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അറസ്റ്റിലായി 90 ദിവസത്തിനകത്ത് തന്നെ ഈ 2 കേസിലും, ഈ കട്ടളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും ജാമ്യം ലഭ്യമായി പുറത്തിറങ്ങി എന്നുള്ളതാണ്. രണ്ടാമത്തെ ആളാണ് ഇത്തരത്തിൽ ജാമ്യം ലഭ്യമായി പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് 6 പ്രതികളാണ്. വ്യക്തമാണ്. വിനീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലാണ് തന്ത്രി കണ്ഠരര് രാജീവർക്ക് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് തന്ത്രിക്ക് ബന്ധമില്ല എന്നതുൾപ്പെടെയുള്ള
നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. ഇത് SITക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.